കാലത്തെ തന്നെ മീൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കളിക്കാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മീൻകാരനെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ സിലോപ്പി മീനാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് തന്നെയാണ് പറയാമെന്ന് തോന്നുന്നത്. അപ്പോൾ അവരോട് തന്നെ നേരാക്കി തരാനൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ അവരത് നേരാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഒക്കെ മീനുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറുതല്ല വലിയ മീനുകളൊക്കെ വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവരത് നേരാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ ലഞ്ചിനുള്ള സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ അഹമുട്ടി വാപ്പ കേട്ടോ. അപ്പോൾ ഈ ഉപ്പാക്ക് കുറച്ച് കാഴ്ച കുറവാണ്, എങ്കിലും മൂപ്പരെല്ലാ സ്ഥലത്തും മൂപ്പരുടെ വടി കൊണ്ട് എത്തും കേട്ടോ. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മനസ്സിന് നല്ല കാഴ്ചയാണ്. അപ്പോൾ മൂപ്പര് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ്, കണ്ടോ. അപ്പോൾ മീനൊക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിന്ന് കറി ആക്കുന്നില്ല കേട്ടോ, ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് മീൻ കുറച്ച് ഉപ്പും അതേപോലെ നാരങ്ങ നീരൊക്കെ ഉറ്റിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ചൊവ്വ പോവുള്ളൂട്ടോ, ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും അതിന്, അത് പോയി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇനി പ്രത്യേകം നിങ്ങളോട് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് മീനിലോട്ട് അങ്ങ് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി അതിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് എല്ലാത്തിലും അങ്ങ് പിടിക്കത്തക്ക രൂപത്തിൽ സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമുക്കിനി കറി ആക്കണം അല്ലേ എന്തെങ്കിലും. അപ്പോൾ ഞാനിന്ന് കുറച്ച് മുരിങ്ങയും പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മുരിങ്ങ പറിക്കാനായിട്ട് തൊടിയിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പയറുകൾ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ചേമ്പാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങയില പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുരിങ്ങ, ചീര അങ്ങനെയുള്ള ഐറ്റം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാവ്, കണ്ടോ. 2 വർഷമായിട്ടാണ് മൂപ്പത്തി നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയത്, അതുവരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ചക്കകൾ, നമുക്ക് ആവശ്യത്തിനല്ല അതിനേക്കാൾ കൂടുതൽ പരിസരത്തിലേക്ക് കൊടുക്കാനൊക്കെ നമുക്ക് ആൾ തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കണ്ടോ, ചൂടിൻ്റെ ഇതുകൊണ്ടായിരിക്കും ചെറുതായിട്ട് അതിൻ്റെ കുനുന്തൊക്കെ എന്താ പറയുക കേട് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് പറിച്ച് മാറ്റി കളയുകയാണ്. അങ്ങനെ ഞാൻ വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് മുരിങ്ങയൊക്കെ നേരാക്കി റെഡിയാക്കി എടുത്ത് അപ്പോഴേക്കും ചോറൊക്കെ സെറ്റായി കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ വാർത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പരിപ്പ് അവിടെ കുക്കറിലോട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും എണ്ണയും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് പരിപ്പ് വേവിച്ചെടുത്തു കേട്ടോ. നല്ല വിസിലൊക്കെ അടിച്ച് പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഞാനിതാ മുരിങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് അരപ്പുണ്ടാക്കണം. അപ്പം ഞാൻ തേങ്ങയും ജീരകവും കുരുമുളകും, തേങ്ങ, ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുക്കാറ്. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മുരിങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മുരിങ്ങ ഫുള്ളായിട്ടും പരിപ്പിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലോ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുക. അപ്പം അതാണ് പറഞ്ഞത് കേട്ടോ. ചിലയിടത്ത് ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഞാനത് നന്നായിട്ട് അതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ. അപ്പോൾ പരിപ്പും മുരിങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, താളിപ്പിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നമ്മൾ അതിലോട്ട് അരച്ച് വെച്ച തേങ്ങ കൂടി അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും മുളക് പൊടി ഞാൻ ഇടില്ല കേട്ടോ. ഈ സമയത്തൊന്നും ഞാൻ ഇതിലൊന്നും ചേർക്കാറില്ല, ഇത് മാത്രമേ ചേർക്കാറുള്ളൂ. ഓക്കെ, കണ്ടോ. ഇനി നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, അത് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. അതിലോട്ട് കടുകിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇത്രയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് മാത്രം മുളക് പൊടി ഇടുക. അങ്ങനെ നന്നായിട്ട് അത് പച്ചച്ചുവയൊക്കെ മാറുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന
നമ്മുടെ മുരിങ്ങയില അതിലോട്ട് അങ്ങിടുക. ഓക്കെ, നമ്മുടെ കറി അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണം കേട്ടോ. അതിൽ ഉപ്പ് ഞാൻ കുറച്ച് ഇടാൻ മറന്നുപോയി കേട്ടോ, കുറവുണ്ടായിരുന്നു, അത് ഞാനിട്ടു. ഇനി നമ്മൾക്ക് മീനൊക്കെ പൊരിച്ചെടുക്കാം. ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്ത് മുരിങ്ങക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുൻപൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പരിപ്പൊക്കെ കുക്കറിൽ വേവിച്ചങ്ങ് വെക്കും. പക്ഷേ മുരിങ്ങയൊക്കെ ഇട്ടത് റെഡിയാക്കി എടുക്കുന്നത് ആ കഴിക്കാൻ പോണ നേരത്തായിരിക്കും. കാരണം ചൂടോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ, മുരിങ്ങയില കൂട്ടി ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ മീനൊക്കെ അങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ചോറൊക്കെ അങ്ങ് വിളമ്പാം കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ വിളമ്പി 2 മീൻ കഷ്ണങ്ങൾ അതിലിട്ടിട്ടുണ്ട്, മുരിങ്ങയില കറിയും അതിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉച്ചവരയ്ക്കുള്ള വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളോട് ഹായ് ബായ് പറയുന്നു, നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ.